നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ 3 കാരണങ്ങളെയാണ് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നത്. ഒന്ന്, ടു ബി ജസ്റ്റിഫൈഡ്, നീതീകരണം പ്രാപിക്കേണ്ടതിന് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസത്താലാണ് നീതീകരണം പ്രാപിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി എന്താണ് നീതീകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എന്താണ് അതിൻ്റെ യോഗ്യത എന്നുള്ളത്. നമ്മൾ അതുകൊണ്ടുള്ള പ്രിവിലേജ്, പദവികളെക്കുറിച്ച് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. 2, നമ്മൾ കാണുവാനിടയായി തീർന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ സാധ്യമല്ല. 3, നമ്മൾ കണ്ടത് ടു ബി വിക്ടോറിയസ്, നമ്മൾ ജീവിതത്തിൽ ജയം കാണണമെങ്കിൽ, ഒരു ജയാളിയായി ജീവിക്കണമെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇതിൽ കൂടെ നമ്മൾ ചിന്തിച്ച ഒരു ഭാഗമുണ്ട്, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ, സർക്കംസ്റ്റാൻസസ് കണ്ടിട്ട് മയങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടമല്ല ദൈവപൈതലെന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഒപ്പോസ് ചെയ്യുന്നവരാണ് ദൈവമക്കളെന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക വേർഡ്. സാഹചര്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരല്ല ദൈവമക്കൾ. സാഹചര്യം പ്രതികൂലമായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നവരാണ് ദൈവമക്കൾ. ദൈവമക്കളുടെ മുൻപിൽ പ്രതികൂല സാഹചര്യം ഒരു വിഷയമല്ല. പ്രതികൂല സാഹചര്യത്തിലാണ് അവരുടെ വിശ്വാസം വെളിപ്പെടേണ്ടത്. ഏതെല്ലാം മേഖലകളിൽ ദൈവം തൻ്റെ തിരുവചനത്തിൽ കൂടെ വിശ്വാസ വീരന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ടോ, അഥവാ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെയൊക്കെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ദൈവം കൽപ്പിച്ചത് വിശ്വസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത്. ശ്രദ്ധിക്കണം ഈ ഭാഗം. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിന് നമ്മൾ കീഴ്പ്പെട്ടു പോകുവാൻ ഇടയാകരുത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ദൈവദാസനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരു വേർഡ് പറഞ്ഞ വേർഡ് ഇതാണ്: പൗലോസിനൊരു ശൂലം കൊടുത്തതുപോലെ ദൈവം എനിക്ക് ഒരു ശൂലം തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പർട്ടിക്കുലർ രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു വേർഡാണ്. ഞാൻ ആ പർട്ടിക്കുലർ സമയത്ത് ഞാൻ ദൈവദാസനോട് പറഞ്ഞു, സഹോദരൻ, ആ വാക്യം ബൈബിളിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരിക്കലും പൗലോസ് അക്സെപ്റ്റ് ചെയ്തില്ല. വേദപുസ്തകം പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിനോ എന്നെ കുത്തുവാൻ, എനിക്ക് ജഡത്തിലൊരു ശൂലമുണ്ട്, എന്നെ കുത്തുവാൻ പിശാചിൻ്റെ ദൂതനെ തന്നെ. അപ്പോൾ മനസ്സിലാക്കണം, പിശാചി ദൂതനെ എപ്പോഴേ കുത്തത്തുള്ളെന്ന് മനസ്സിലാക്കണം. കുത്തുന്ന സമയം എന്ന് പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം നിഗളിച്ചു പോകുന്ന സമയത്ത്. നിഗളിച്ചു പോകാതിരിക്കുന്നിടത്തോളം കാലം ഒരു ശൂലവും ശരീരത്തിലില്ല. എപ്പോൾ നിഗളിക്കുന്നുവോ അവിടെയാണ് ശൂലമുള്ളത്. ശ്രദ്ധിക്കുക ദൈവമക്കൾക്ക് ആർക്കും ദൈവം ജഡത്തിലൊരു ശൂലം വെച്ചിട്ടില്ല. ഒരു പെർമനൻറ്റ് ഡിസീസ് ദൈവം ആർക്കും വെച്ചിട്ടില്ല. സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നവും ദൈവം വെച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ അപ്പോസ്തലപ്രവൃത്തിയിൽ ഞാൻ പഠിച്ചു വന്നപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. യോഗ്യതയില്ലാത്ത ദൈവദാസന്മാരെ കൊണ്ട് അവരുടെ മുൻപിൽ കടന്നു വന്ന ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ പകർന്നിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരൊറ്റ വ്യക്തിയോട് പോലും പ്രതികൂല സാഹചര്യങ്ങളായതുകൊണ്ട് നടക്കത്തില്ലെന്ന് ദൈവം കൽപ്പിച്ചില്ല. എന്നാൽ ഒരു കാര്യം അവർക്കെല്ലാവർക്കും ആവശ്യമായിരുന്നു. ഒരു ഫിലിപ്പോസിനോട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഇപ്രകാരം പറഞ്ഞു, നീ ഗസയ്ക്ക് നിർജ്ജന സ്ഥലത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലോചന കേട്ട് അങ്ങോട്ട് പോകുവാൻ ഒരു ഫിലിപ്പോസിന് സാധ്യമായി. ഒരു പൗലോസിൻ്റെ ഒരു അനന്യാസിൻ്റെ ജീവിതത്തിൽ നീ പൗലോസിൻ്റെ അടുക്കൽ പോക എന്ന് കൽപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ട് പൗലോസിൻ്റെ അടുക്കൽ പോകുവാൻ ഇടയായിത്തീർന്നു. എവിടെയെല്ലാം നമ്മൾ നോക്കിയാലും ഇവിടെയൊക്കെ നമുക്കൊരു കാര്യം കാണാം. ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവരുടെ പ്രതികൂലങ്ങൾ നിന്നുകൊണ്ടല്ല അവർ അതിന് കീഴ്പ്പെട്ടു പോയത്, പിന്നെയോ അതിജീവിച്ച് മുൻപോട്ട് കടന്നുപോയി. ദൈവമക്കൾ മനസ്സിലാക്കണം ഈ വേർഡ്. ദൈവത്തെ ഞാൻ അനുസരിക്കുന്നിടത്തോളം കാലം, ദൈവത്തെ ഞാൻ അനുസരിക്കുന്നിടത്തോളം സമയം, ദൈവത്തോട് ഞാൻ അനുസരണയോട് മകനായി ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ ജീവിതം എങ്ങും ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഏതെല്ലാം കാര്യങ്ങൾ എൻ്റെ മുൻപിൽ കടന്നു വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ എൻ്റെ മുൻപിൽ കടന്നു വന്നാലും, ആ സകല പ്രതികൂലങ്ങളിൽ കൂടെയും ദൈവ പൈതൽ ജയമെടുത്തുകൊണ്ട് കടന്നു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക ഈ വേർഡ്. എൻ്റെ ജീവിതത്തിൽ ശൂലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യുവാൻ ഇടയാകരുത്. അക്സെപ്റ്റ് ചെയ്താൽ അത് ഒരിക്കലും നിങ്ങളെ വിട്ടുമാകത്തില്ല. കാരണം മെൻ്റലി നിങ്ങളതിനു വേണ്ടി അടിമയാകുക. അതുകൊണ്ട് വേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കത്തില്ല,
ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഒരു രോഗം എന്നെ ബാധിക്കുകയില്ല, ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഈ രോഗം നമ്മളിൽ നിന്ന് മാറ്റപ്പെടും. ഇതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ ദാസനിൽ കൂടെ ദൈവം കണ്ടതാ. ഗിദെയോനെക്കുറിച്ച് പറയുമ്പോൾ കണ്ട ഒരു വലിയ കാഴ്ചപ്പാടതാ. ഗിദെയോൻ ദൈവത്തിൻ്റെ ദൂതനോട് ചോദിച്ച ചോദ്യം ഇതാണ്: ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും നമുക്ക് ഭവിച്ചതെന്ത്? ഈ നാളുകളിൽ ദൈവമക്കളെന്ന് പറയുന്നവർ കൂടെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ഇതാണ്. നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാനല്ല പോകേണ്ടത്. മുൻപിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ കണ്ടിട്ട് ഞാൻ ദൈവ പൈതലാകുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ഈ ചോദ്യം ഒന്ന് ചോദിക്കുവാൻ സാധിക്കുമെങ്കിൽ, ഈ ചോദ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ പാദങ്ങൾ മുട്ടുകളെ മടക്കുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഈ ഒരൊറ്റ കാഴ്ചപ്പാട് മുൻപിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് അവരെ നോക്കി ഒറ്റ കാര്യമേ പറയുവാനുള്ളൂ: അല്ലയോ പരാക്രമശാലി. പരാക്രമം എന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല. തൻ്റെ കഴിവുകൊണ്ടോ വില്ലുകൊണ്ടോ കുന്തം കൊണ്ടോ എന്തെങ്കിലും വെട്ടിപ്പിടിക്കുന്നതായിരുന്നില്ല. പകരം ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ബോധ്യം ഗിദെയോൻ ഉണ്ടായിരുന്നതാണ് പരാക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഗിദെയോനെ പോലെ എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കണം. എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറയണം: ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? തിരിച്ച് പറയേണ്ടത് ഇങ്ങനെയാണ്: ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് ഇവിടെയാണ് ഒരു ദൈവപൈതൽ ജയാളിയായി മാറ്റപ്പെടുന്നത്. അപ്പോൾ ദൈവമക്കളെ ജയാളികളായി ദൈവം നിർത്തിയിരിക്കുന്നു. പക്ഷേ ഈ ജയം പ്രാപിക്കണമെങ്കിൽ എന്തു വേണം? ജയം പ്രാപിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസത്തോടുകൂടെ മാത്രമേ ജയമെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ജയം പ്രാപിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ഇന്ന് രാത്രി അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. നാലാമത്തെ സബ്ജക്റ്റ്, നാലാമത്തെ പ്രധാനപ്പെട്ടത്: ടു അപ്രോപ്രിയേറ്റ് ഗാഡ്സ് പ്രോമിസസ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പിടിച്ചു പറ്റുവാൻ വിശ്വാസം ആവശ്യമാണ്. വിശ്വാസമില്ലാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കുവാൻ സാധ്യമല്ല. ഒരു വാക്യം വായിച്ചിട്ട്, ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 33, എബ്രായ ലേഖനം 11-ാം അധ്യായം 33-ാമത്തെ വാക്യം. ശ്രദ്ധിക്കുക: വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു. അപ്പോൾ വാഗ്ദത്തം പ്രാപിച്ചത് മുഴുവൻ വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ അവർ വാഗ്ദത്തം പ്രാപിച്ചു. എന്താണ് വാസ്തവത്തിൽ വാഗ്ദത്തം എന്ന് പറയുന്നത്? വാഗ്ദത്തം എന്ന് പറയുന്നത് നത്തിങ് എൽസ്, ഗാഡ്സ് വിൽ ഓൺ മീ. എന്നിലുള്ള ദൈവത്തിൻ്റെ ഹിതമാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. ഒന്നുകിൽ ത്രൂ മൈ ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫ്. ദൈവത്തിൻ്റെ ഹിതമാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക വേർഡ്. എൻ്റെ ദൈവം തരുന്ന വാഗ്ദത്തം, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് എന്നെയും നിങ്ങൾ കൂടെ, അല്ലെങ്കിൽ എന്നിൽ കൂടെയോ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലോ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതാണ് വാഗ്ദത്തം എന്ന് പറയുന്നത്. ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാക്കാം. അതിനാധാരം മത്തായി 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 4 വേഴ്സ് നമ്പർ 19. മത്തായി 4:19. മീൻ പിടിക്കുന്നവരായിരിക്കുന്ന മുക്കുവന്മാരെ കർത്താവായ യേശു കണ്ടിട്ട് അവരെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമാണ്: നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ഇതൊരു പ്രോമിസാണ്. ഈ മീൻ പിടിച്ചുകൊണ്ട് നടന്ന മനുഷ്യർക്ക് കർത്താവായ യേശു ക്രിസ്തു കൊടുത്തൊരു പ്രോമിസാണ്. എന്തായിരുന്നു ആ പ്രോമിസ്? അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് കൊടുത്ത വാഗ്ദത്തം. അവരുടെ ജീവിതത്തിൽ കൂടെ എന്ത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു? കഴിഞ്ഞ നാളുകളൊക്കെയും അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. മീൻ പിടിച്ചുകൊണ്ട് ജീവിച്ചുവെങ്കിൽ ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പർപ്പസ് എന്താണോ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നിങ്ങൾക്കറിയാം, ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തു. അബ്രഹാമിനോട് പറഞ്ഞു: നിൻ്റെ ഭാര്യയാകുന്ന സാറയിൽ നിന്നോ ഞാൻ നിനക്കൊരു സന്തതിയെ തരും. അത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് ആയിരുന്നു അബ്രഹാമിനോടുള്ളത്. അത് അബ്രഹാമിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ ആഗ്രഹിച്ചത്. ഈ രണ്ട് വാഗ്ദത്തങ്ങളെ നമ്മൾ എടുത്ത് പഠിച്ചാലും
രണ്ട് സ്ഥാനത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഈ വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന സമയത്ത് ഒരു രീതിയിലും വിശ്വസിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല ദൈവം കൊടുത്തത്. ശ്രദ്ധിക്കണം വേർഡ്. ഈ വാഗ്ദത്തം അവർക്ക് കൊടുത്തപ്പോൾ, ഈ പ്രോമിസസ് ദൈവം അവർക്ക് കൊടുത്തപ്പോൾ, ആ ദൈവം വാഗ്ദത്തം കൊടുത്ത സമയത്ത് ഒരിക്കൽ പോലും വിശ്വസിക്കുവാൻ സാധിക്കുന്നതായിരുന്നില്ല വാഗ്ദത്തം. എൻ്റെ പോയിന്റ്, നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നതോ നിങ്ങളുടെ ഭൗതിക കാഴ്ചപ്പാട് കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതോ ആകുന്ന കാര്യമല്ല ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തമായി തരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്തം നമുക്ക് ലഭിക്കുമ്പോൾ ഒരു രീതിയിലും നമുക്ക് അത് മനസ്സിലാക്കുവാനോ നമ്മളെ കൊണ്ടത് സാധിക്കും എന്ന് ചിന്തിക്കുവാനോ സാധ്യമേ അല്ല. നമ്മളും ഇതുമായിട്ട് ഒത്തിരി ദൂരമുണ്ടായിരിക്കും. നമ്മുടെ ക്വാളിറ്റിക്ക് അപ്പുറമായിട്ട്, നമ്മുടെ കഴിവിന് അപ്പുറമായിട്ട്, നമ്മുടെ പഠനത്തിന് അപ്പുറമായിട്ട് ഉള്ള ഒരു വിഷയമായിരിക്കും ദൈവം വാഗ്ദത്തമായി തരുന്നത്. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഭോഷത്വമായത് ദൈവം തിരഞ്ഞെടുത്തു. എന്തിനോ? ജ്ഞാനികളെ ലജ്ജിപ്പാൻ. അപ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഭോഷത്വമാണ്. എന്നാൽ ആ ഭോഷനിൽ കൂടെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുമെങ്കിൽ ഈ ഭോഷനെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഈ ഭോഷനിൽ കൂടെ ദൈവം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കും നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഇന്ന് എൻ്റെയോ നിങ്ങളുടെ കൺമുൻപിൽ വെച്ചുകൊണ്ട് ഇത് അസാധ്യമെന്ന് ചിന്തിക്കുമെങ്കിൽ അതാണോ ദൈവം വാഗ്ദത്തമായി തന്നിരിക്കുന്നത്? എന്തിനാ ദൈവം തന്നിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ കൂടെ ഇത് നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമല്ല. ദൈവം പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് കൽപ്പിച്ചുവെങ്കിൽ ഒരു രീതിയിലും മനുഷ്യൻ്റെ മുൻപിൽ നിൽക്കുവാൻ സാധ്യമാകാത്ത പത്രോസിനെ കൊണ്ട് മനുഷ്യരെ പിടിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമായിരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നാളുകൾക്ക് ശേഷം ദൈവം എങ്ങനെ പത്രോസിനെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ വലിയ വിഷയത്തിൽ കൂടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു കാര്യം അതിനകത്തുണ്ട്. ദൈവം തരുന്ന വാഗ്ദത്തവും അതിൻ്റെ നിവർത്തീകരണം ജീവിതത്തിൽ വെളിപ്പെടുന്നതുമായിട്ട് ഒരു വലിയ കാലയളവ്, ഒരു വലിയ വ്യക്തി, ഒരു കാലം നമുക്ക് കാണുവാൻ സാധിക്കും. ദറ്റ്സ് എ പീരീഡ് ഓഫ് ടൈം. ഒരു സമയം, ഒരു ദൈർഘ്യം അതിനകത്തുണ്ട്. പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് എന്നെ അന്ന് ദൈവം എന്ത് എന്നിൽ കൂടെ നിറവേറ്റുമോ അന്ന് ഞാനത് ചെയ്യും എന്ന് പറയുവാനല്ല ഈ സമയം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അന്ന് ചെയ്യുവാൻ പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ്റെ കാലമാണോ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള. ശ്രദ്ധിക്കുക വേർഡ്, ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് ദർശനത്തിന് ഒരു അവധിയുണ്ട്. അത് തീർച്ചയായിട്ടും വരും, അത് താമസിക്കുകയില്ല. പത്രോസ് മീൻ പിടിച്ചുകൊണ്ട് നടന്നുമ്പോൾ മീൻപിടുത്തക്കാരനായ പത്രോസിനെ കൊണ്ട് ദൈവം ഇപ്രകാരം കൽപ്പിച്ചു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കുമെന്ന് കൽപ്പിച്ചുവെങ്കിൽ ഇതോ ഇന്നോ നാളെയോ നടക്കേണ്ട ഒരു വിഷയമായിരുന്നില്ല, നാളുകൾക്ക് ശേഷം നടക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ വേണമായിരുന്നു പത്രോസിൻ്റെ ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ ഈ വാഗ്ദത്തം ലഭിച്ച ആ ദിവസം മുതൽ ആവശ്യമായിരുന്നു. പലപ്പോഴും വാഗ്ദത്തത്തിന് നിവർത്തീകരണം നമ്മൾ കാണാതിരിക്കുന്നത് ദൈവം പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, വാഗ്ദത്തത്തിന് നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്കില്ലാത്തതാണോ വളരെ പ്രയാസമായിരിക്കുന്നത്. ശ്രദ്ധിക്കുക ഈ വേർഡ്. വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനാകാഞ്ഞിട്ടല്ല, പക്ഷേ വാഗ്ദത്തം നിറവേറ്റപ്പെടുവാനുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമുക്ക് അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് അതിനുവേണ്ടി ഒരു ഒരുക്കം പെടുവാൻ സാധിക്കുമെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ആ ദൈവത്തിൻ്റെ സമയം കടന്നു വരുമ്പോൾ ദൈവം നമ്മെ കൊണ്ട് നിർത്തുവാനായിട്ട് പോകുന്നത്. ഇതാണ് അനേകരുടെ ജീവിതത്തിൽ വരുന്ന ദോഷം. ശ്രദ്ധിക്കുക ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്. വാഗ്ദത്തം ദൈവം നിറവേറ്റും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെങ്കിൽ നമ്മളെല്ലാവരും ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം അങ്ങനെ എന്നെ ഉപയോഗിക്കുവാൻ പോകുന്നൊരു സമയം. പക്ഷേ ആ സമയം വരണമെങ്കിൽ അന്ന് ദൈവം എങ്ങനെ ഉപയോഗിക്കണമോ അതിനനുസരിച്ച് അന്ന് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം ആ സ്ഥാനത്ത് നിൽക്കേണ്ടത്, അതിനനുസരിച്ച് ഒരു പ്രിപ്പറേഷൻ എനിക്കുണ്ടായി. ഞാൻ ആ ക്വാളിറ്റിയിലേക്ക് കടന്നു വന്നതിലേ പറ്റത്തുള്ളൂ.
ഒരുപക്ഷെ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം, 10,000ങ്ങളുടെ മുൻപിൽ ദൈവം നിങ്ങളെ എടുത്തുപയോഗിക്കും. 10,000ങ്ങളുടെ മുൻപിൽ ദൈവം എടുത്തുപയോഗിക്കണമെങ്കിൽ ഇന്ന് ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം എടുത്തുപയോഗിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് ദൈവത്തിന് നയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് എന്ത് സംഭവിക്കുന്നു? ഇതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടില്ലാതെ, ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലാതെ മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഭാവി കാര്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല. ശ്രദ്ധിക്കുക, ഇവിടെയാണ് ദൈവമക്കളുടെ ജീവിതത്തിൽ വീഴ്ചകൾ കടന്നു വരുന്നത്. ഇതിന് ഡേ ബൈ ഡേ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കൂടെ ഈ അനുഗ്രഹം കാണുവാനുള്ള ഒരു കാരണം, അതിൻ്റെ ക്ലൂ ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. റോമലേഖനം 4-ാം അധ്യായം. എന്താണ് പൗലോസിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? വായിച്ചോട്ട് 20-ാമത്തെ വാക്യം. ഇതാണ് വാഗ്ദത്ത നിവർത്തീകരണത്തിന് ആവശ്യമായിരിക്കുന്നത്. ഇതുവരെ ആ വാക്യം അണ്ടർലൈൻ ചെയ്യാത്തവർ അണ്ടർലൈൻ ചെയ്താൽ, ഒരു വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിവർത്തീകരണം ആവശ്യമാകുന്നുവെങ്കിൽ അതിൻ്റെ സകല ക്ലൂ ഈ ഒരൊറ്റ വാക്യത്തിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ വായിച്ചത് 4-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവിടെ പറയുന്നു, ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. എന്തായിരുന്നു വാഗ്ദത്തം? ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും. 100-ാമത്തെ വയസ്സിൽ, 99-ാമത്തെ വയസ്സിലാണ് ഈ വാഗ്ദത്തം നൽകുന്നത്. സാഹചര്യങ്ങൾ എല്ലാം തനിക്ക് പ്രതികൂലമാണ്. തൻ്റെ അനുദിന ജീവിതത്തിൽ ആ പ്രതികൂലങ്ങളെ ഇരിക്കുമ്പോഴും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം അബ്രഹാം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെങ്കിൽ അബ്രഹാം അവിശ്വാസത്താൽ സംശയിച്ചില്ല. അവിശ്വാസം തൻ്റെ മനസ്സിലുണ്ടായില്ല. എന്ന് പറഞ്ഞാൽ തൻ്റെ വാഗ്ദത്തം താൻ സ്വീകരിച്ചു. എപ്പോൾ ദൈവം എന്ന് തന്നോട് സംസാരിക്കുവാൻ ഇടയായിത്തീർന്നുവോ ആ ദിവസം മുതൽ അബ്രഹാം കണ്ണുമടച്ച് അത് വിശ്വസിച്ചു. ശ്രദ്ധിക്കുക, വേർഡ് അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ച സമയം മുതൽ അബ്രഹാം കണ്ണുമടച്ച് വിശ്വസിച്ചു, ദൈവം എനിക്ക് സന്തതിയെ തരും. അസാധ്യമാണ് മുൻപിൽ കിടക്കുന്നത്. പക്ഷേ അസാധ്യത്തെക്കുറിച്ച് അബ്രഹാമിനൊരു പ്രശ്നമല്ല. അബ്രഹാം ദൈവത്തിന് കൊടുത്ത വാഗ്ദത്തം, ആ വാഗ്ദത്തത്തെ മുൻപിൽ ഓർത്തുകൊണ്ട് അബ്രഹാം അത് വിശ്വസിച്ച് എടുക്കുവാൻ കാരണമായി തീർന്നു. നെക്സ്റ്റ് പോർഷൻ, അതിൻ്റെ ഈ വിശ്വസിച്ചുകൊണ്ടുള്ള അനന്തര എഫക്റ്റ് അവിടെ താഴെ പറയുന്ന ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു പോന്നു. എന്ന് പറഞ്ഞാൽ 99-ാമത്തെ വയസ്സിൽ കുഞ്ഞ് ജനിക്കുമെന്ന് ദൈവം കൽപ്പിച്ച ആ ദിവസം മുതൽ കുഞ്ഞ് ജനിക്കുന്ന ദിവസം വരെ, കുഞ്ഞ് ജനിക്കും എന്നുള്ളത് മുൻപിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിനെ മുൻപിൽ കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് നിവർത്തീകരണം കണ്ടുകൊണ്ട് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രഹാം ചെയ്ത ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, നീ സാറയിൽ കൂടെ എനിക്ക് തരുവാൻ പോകുന്ന കുഞ്ഞിനായി സ്തോത്രം. ഉച്ചയ്ക്ക് അബ്രഹാം ദൈവത്തെ സ്തുതിക്കും, വൈകിട്ട് അബ്രഹാം ദൈവത്തെ സ്തുതിക്കും. പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ, ശരീരത്തിൻ്റെ ജീർണത വെളിപ്പെടുമ്പോൾ അബ്രഹാം ഒരു കാര്യം പറയും: ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ഇതെന്താ വാസ്തവത്തിൽ ചെയ്തത്? അബ്രഹാമിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു ഈ വലിയ വാഗ്ദത്തത്തിന് നിവർത്തീകരണം അബ്രഹാമിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ. നിങ്ങൾ ചിന്തിക്ക്, ഇത് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഈ 99-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തം അത് വെറും വാഗ്ദത്തമായിട്ട് കിടന്നേനെയും അതിന് നിവർത്തീകരണം ഉണ്ടാകുകയില്ല. എന്താ അതിന് സംഭവിച്ചത്? അത് അബ്രഹാം ഏറ്റെടുത്തു. നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തത്തിന് നിവർത്തീകരണം കാണാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്, എന്നാൽ ആഴ്ചയിൽ ഒരിക്കൽ പോലും അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയോ ഭാരമോ അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയോ സ്തോത്രമോ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കില്ലാത്തതല്ല, ദൈവത്തിൻ്റെ പ്രോമിസ് നമുക്ക് ലഭിക്കാതിരിക്കുന്നതുകൊണ്ടല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം, വിലപ്പെട്ട വാഗ്ദത്തം ലഭിച്ചിട്ട് ഒരു ചവിറ്റുകൊട്ടയിൽ ഇട്ട് കളയുക. അത് എങ്ങനെയെങ്കിലും ഒന്ന് നിറവേറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ വാഗ്ദത്തത്തിന് നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, ഈ ബൈബിൾ സ്റ്റഡി തുടങ്ങുവാൻ ഇടയായിത്തീർന്ന സമയത്ത് നിങ്ങളെപ്പോലെ ഒരു സാധാരണപ്പെട്ട ഒരു കാഴ്ചക്കാരനെ പോലെ ഇരുന്നുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു വാഗ്ദത്തമായിരുന്നു ഇത്. നീ ഒരു ബൈബിൾ സ്റ്റഡി എടുക്കും, ഒരു മനുഷ്യൻ്റെ മുൻപിൽ പോലും പറയുവാൻ സാധ്യമായില്ല. പക്ഷെങ്കിൽ ഈ വാഗ്ദത്തം
വാഗ്ദത്തം ലഭിച്ച ദിവസം മുതൽ രാവിലെയും വൈകിട്ടും ഞാൻ ദൈവത്തോട് ഒറ്റ ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാര്യം നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ചെയ്യണം, 3 പേര് നീ എൻ്റെ അടുക്കിലേക്ക് അയക്കണം. അപ്പോൾ ഞാൻ മനസ്സിലാക്കാം ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന്. വാസ്തവത്തിൽ 1 കൊല്ലത്തിൽ കൂടുതൽ ഇതേ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവം അത് നിറവേറ്റപ്പെടുവാൻ ഇടയായിത്തീർന്നു. എന്താ അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തം എനിക്ക് ലഭിച്ചിട്ട് ചവിട്ടുകൊട്ടയിൽ ഞാൻ ഇട്ടില്ല. രാവിലെയും വൈകിട്ടും ഞാൻ ദൈവത്തെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഓർത്തുള്ള രാവും പകലും അവന് സ്വസ്ഥത കൊടുക്കരുത്. എനിക്കും നിങ്ങൾക്കും വേണ്ടത് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നന്ദി കരേറ്റുവാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കും. ഇവിടെ മാത്രമേ ദൈവത്തിൻ്റെ കരങ്ങൾ കാണുകയുള്ളൂ. ഇന്ന് നിങ്ങൾക്ക് അസാധ്യമായ കാര്യം ദൈവം വാഗ്ദത്തമായി തന്നുവെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കണം. എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസാണത്. എന്നിലും നിങ്ങൾ കൂടെ ദൈവം അത് നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും അതിന് മാറ്റം വരികയില്ല. ഈ ഒരു ഭാഗം സ്ഥിരീകരിക്കുവാൻ തക്കവണ്ണമാണ് ഇന്ന് ഞാൻ യെശയ്യാപ്രവചനം 7-ാം അധ്യായം എടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്. യെശയ്യാപ്രവചനം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഒത്തിരി അതിനകത്ത് ഹിഡൻ സീക്രട്സ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്തിലാണ് ദൈവം തൻ്റെ ദാസനിൽ കൂടെ ഇപ്രകാരം പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാൻ പോകുന്നത് എങ്ങനെ എന്നുള്ളത് അവിടെ വെളിപ്പെടുന്നത്. വായിച്ചിട്ട് അതിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം അവിടെ കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും. എവിടെയാണ്, ഏത് സ്ഥാനത്താണ് ദൈവം ഇവിടെ പറയുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വായിച്ചിട്ട് അതിനു മുൻപ് ദൈവം പറയുന്ന ഒരു വേർഡ്, 9-ാമത്തെ വാക്യം, വേഴ്സ് 9. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. വേഴ്സ് 9, ദ ലാസ്റ്റ് പോർഷൻ. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. അപ്പോൾ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഫെയ്ത്ത്. എന്താണ് ഇവിടെ നടക്കുവാൻ പോകുന്ന കാര്യം? നിങ്ങൾക്കറിയാം, യോഥാമിൻ്റെ മകനാകുന്ന ആഹാസ് യഹൂദയിൽ രാജാവായിട്ട് വാഴുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ അന്ന് ആരാം രാജാവായിരിക്കുന്ന ആരാം രാജാവും ഇസ്രായേൽ രാജാവും കൂടെ യഹൂദയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വന്നു. ഇവർ യുദ്ധം ചെയ്യുവാൻ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വായിച്ചാട്ട് അതിൻ്റെ 5-6 വാക്യം ഒന്ന് വായിച്ചാട്ട്. 2 രാജാക്കന്മാർ ഒരുമിച്ച് കൂടി യഹൂദ രാജാവിനെ തോൽപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൻ്റെ ആ സമയത്ത് ദൈവം തൻ്റെ ദാസനാകുന്ന യെശയ്യാവിനെ യഹൂദ രാജാവിൻ്റെ അടുക്കിലേക്ക് അയച്ചുകൊണ്ട് പറയുകയാണ്, അവരുടെ താല്പര്യം നടക്കുകയില്ല, അത് സാധിക്കാൻ പോകുന്നില്ല. എന്താ ദൈവം അവിടെ പറഞ്ഞത്? അത് നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ താഴെ ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം മനസ്സിലാക്കാൻ 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം, 2 Kings chapter 16. ആ അധ്യായമാണോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്ലൂ? ഈ 7-ാം അധ്യായം പഠിക്കേണ്ടത് 2 Kings chapter 16 കൂടെയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്, വേഴ്സ് 7. എന്ത് സംഭവിച്ചു? 2 രാജാക്കന്മാർ യഹൂദയുടെ നേരെ കടന്നു വന്നു. എന്നാൽ യഹൂദ രാജാവിനെ ജയിക്കുവാനായിട്ട് സാധ്യമായില്ല. ഇപ്രകാരമുള്ള സ്ഥാനത്താണ് ദൈവം ഇവരോട് പറയുന്നത്, ഇസ്രായേൽ മക്കളോട് പറയുന്നത്, ഈ 2 മുറിക്കൊള്ളികൾ നിമിത്തം നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. അവർ നിങ്ങൾക്കെതിരായിട്ട് ദുരാലോചന ചെയ്തതുകൊണ്ട് ഞാൻ അവരെ പരിപൂർണമായിട്ട് നശിപ്പിക്കും. ഈ 2 രാജാക്കന്മാരെ നശിപ്പിക്കുമെന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ ദൈവം ഇവരിൽ കൂടെ ചിലത് ദൈവം എക്സ്പെക്റ്റ് ചെയ്തു. യഹൂദ രാജാവായിരിക്കുന്ന ആഹാസിൽ കൂടെ ദൈവം ആഗ്രഹിച്ചത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനിത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്താ ഇവരുടെ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥ? ദൈവം ഇവരോട് തന്നെ പറഞ്ഞു, ഞാനത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഒരടയാളം ചോദിക്കുക, ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരാം. പക്ഷേ ഈ പ്രത്യേകമായ സമയത്ത് ആഹാസ് രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ഒരിക്കലും പരീക്ഷിക്കയില്ല. ഈ പരീക്ഷിക്കയില്ലെന്ന് പറഞ്ഞതായിരിക്കും നിങ്ങൾക്കറിയാം. നമ്മൾ അതിൻ്റെ യെശയ്യാവ് 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ഈ ആഹാസ് രാജാവ് ദൈവത്തിൻ്റെ ദാസനോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പരീക്ഷിക്കയില്ല.
നെക്സ്റ്റ് ഇവർ ചെയ്തത് എന്താണ്? താഴത്തെ വാക്യോട് വായിച്ചാട്ടെ, 8ാമത്തെ വാക്യം. മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ആഹാസ് രാജാവിനോട് ദൈവം കൽപ്പിച്ചു, നിങ്ങൾ ചോദിര്, നിങ്ങളുടെ അടയാളം ചോദിര്, ഞാൻ ഈ 2 രാജാക്കന്മാരെ നശിപ്പിക്കുവാൻ പോകുക, നിങ്ങൾക്കതിന് കൺഫർമേഷൻ ഞാൻ തരാം, ഒരു അടയാളം ഞാൻ നിങ്ങൾക്ക് തരാം. ആഹാസ് രാജാവ് ചെന്നിട്ട് ദൈവത്തിൻ്റെ ദൂതനോട്, ദൈവത്തിൻ്റെ പ്രവാചകനോട് പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് പറഞ്ഞുവോ അത് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിച്ച് ദൈവം അത് ചെയ്യും. എന്നിട്ട് ദൈവം തിരിച്ചിവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ മനുഷ്യരെ മുഷിപ്പിക്കുന്നത് കൂടാഞ്ഞിട്ടോ ദൈവത്തെ മുഷിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രോമിസ് ലഭിച്ചിട്ട് ഇപ്പോൾ ഇവർ ചെയ്തത് എന്താ? ഇവർ ചെയ്തത് 2 Kings chapter 16 verse number 7. 2 രാജാക്കന്മാർ 16-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ആഹാസ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസറിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. എന്നിട്ട് മനസ്സിലാക്കിയോ, ഈ പ്രത്യേകമായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ദൈവം അവരോട് ചോദിക്കുന്നത്, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് കൂടാഞ്ഞിട്ടോ നിങ്ങൾ എന്നെ കൂടെ മുഷിപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഇവർ മുഷിപ്പിക്കുന്നതിൻ്റെ കാരണം എന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരടയാളവും വേണ്ട, ദൈവം എന്ത് കൽപ്പിച്ചുവോ അത് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ നെക്സ്റ്റ് ചെയ്തത് ദൈവത്തിൽ വിശ്വസിക്കുകയല്ല ചെയ്തത്, അശ്ശൂർ രാജാവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ ദൂതന്മാരെ അയക്കുക. എന്തിനാ? ഈ രാജാക്കന്മാരോട് യുദ്ധത്തിന് സപ്പോർട്ട് കിട്ടേണ്ടതിന് വേണ്ടി അശ്ശൂർ രാജാവിൻ്റെ അടുക്കിലേക്ക് അയക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതാണ് ദൈവം അവരോട് കൽപ്പിച്ചത്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ സ്ഥിരവാസവുമില്ല. ഇവിടെ എന്താ ഇവക്കില്ല? ദൈവം ഒരടയാളം കൊടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ദൈവം അടയാളം കൊടുക്കാമെന്ന് അവർ ദൈവം കൽപ്പിക്കുമ്പോൾ അവർ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഒരടയാളവും വേണ്ട, ഞങ്ങൾ ഈ ദൈവത്തെ ഒരിക്കലും പരീക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവം എന്ത് കൽപ്പിച്ചു അത് സംഭവിക്കും. ഈ 2 രാജാക്കന്മാരെ ദൈവം നശിപ്പിക്കും. എന്നാൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നിലനിൽക്കുവാൻ ആഗ്രഹിക്കാതെ അവർ ചെയ്തത് അശ്ശൂർ രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി. പുറമേ അവർ നോക്കിയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ക്ലെയിം ചെയ്യുന്നത് പറയുകയും അവരുടെ പ്രവർത്തനത്തിൽ കൂടെ ഭൗതിക ചിന്തകൾ കൂടെ കടന്നു പോകുന്നു. ശ്രദ്ധിക്കണം, ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ്, അവരുടെ ദൈവത്തെ അവർ വിശ്വസിക്കുന്നത് പറയുകയും ദൈവം വാഗ്ദത്തം ചെയ്തത് നിറവേറ്റപ്പെടും എന്ന് അവർ വിശ്വസിക്കുമ്പോൾ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഭൗതിക കാഴ്ചപ്പാടിനനുസരണമായിട്ട് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുമോ അത് ചെയ്യുവാനായിട്ട് അവർ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇവർ അശ്ശൂർ രാജാവിൻ്റെ അടുക്കിലേക്ക് ഇവർ ആളയച്ചതിന് കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം അവർക്ക് വിശ്വസിച്ചെടുക്കുവാൻ സാധിച്ചില്ല. നമ്മൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ ഇപ്രകാരമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ലഭിച്ചിരിക്കെ, ദൈവം നമ്മളോട് റീകൺഫർമേഷൻ ദൈവം നമുക്ക് തന്നിരിക്കെ, ദൈവത്തോട് നാം ചോദിച്ചുള്ള സമയത്ത് ദൈവത്തിൻ്റെ മുൻപിൽ ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം വെളിപ്പെടുത്തിയിരിക്കെ, ഇന്നും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളൊരു വിടുതലല്ല, ദൈവത്തിൻ്റെ പക്കൽ വിശ്വസിച്ചുള്ളൊരു വിടുതലല്ല, മാനുഷിക കാഴ്ചപ്പാടുകൾക്ക് അനുസരണമായിട്ട് കടന്നുപോയി ഒരു പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം യെശയ്യാവിൽ കൂടെ ആ യഹൂദ രാജാവായിരിക്കുന്ന ആഹാസിനോട് പറഞ്ഞൊരു വേർഡ് ഇന്ന് രാത്രി ദൈവം എന്നോട് നിങ്ങളോടും ചോദിക്കുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവം മനുഷ്യരെ മുഷിപ്പിക്കുന്നത് കൂടാഞ്ഞിട്ടോ നിങ്ങൾ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആകാശം ഭൂമി മാറിപ്പോയാലും ഒരിക്കലും ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറിപ്പോകത്തില്ല. ഇന്ന് രാത്രി ദൈവമക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ഇതാ. ഇതിന് എന്താ ആവശ്യമായിരിക്കുന്നത്? ഒറ്റ കാര്യം മാത്രമാണ്, ഭൂമി ഇളകിപ്പോകട്ടെ എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ഈ സമുദ്രത്തിൽ മലകൾ വന്ന് വീഴട്ടെ എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. എൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ ഇളകി മറിയട്ടെ, ഞാൻ ദൈവത്തിൽ പരിപൂർണമായിട്ട് ചാരും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, അസാധ്യത്തിന്
ദൈവത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ഈ വാഗ്ദത്തത്തെ വിശ്വാസം കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമെങ്കിൽ, ഉച്ചയ്ക്ക് സമയം കിട്ടുമ്പോൾ വാഗ്ദത്തം ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമെങ്കിൽ, വൈകിട്ട് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുമെങ്കിൽ, ഒരു കാര്യം നിശ്ചയമാണ്, ഇന്നല്ലെങ്കിൽ നാളെ ദൈവം അത്ഭുതകരമായ രീതിയിൽ എന്ത് ദൈവം ആഗ്രഹിച്ചുവോ ആ അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് നിർത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതാവശ്യമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം റീകൺഫർമേഷൻ കൊടുത്തിട്ട്, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസൻ അവസാനമായിട്ട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യരെ മുഷിപ്പിക്കുന്ന കൂടാഞ്ഞിട്ടോ ദൈവത്തെ മുഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം വീണ്ടും റീകൺഫേം ചെയ്ത് പറയുക, ഞാനൊരു അടയാളം തരും, ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ തൈരും തേനും തിന്ന് ജീവിക്കും, അവൻ പ്രായമാകുമ്പോൾ അപ്പ അമ്മ എന്ന് വിളിക്കുവാൻ പ്രായമാകുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും നശിക്കപ്പെട്ടിരിക്കും. എക്സാക്ട്ലി യേശു ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ ആ തുടക്ക സമയത്ത് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ പൂർണ്ണമായി നശിക്കപ്പെട്ടു. എന്താ അവിടെ സംഭവിച്ചു? വാഗ്ദത്തം നിറവേറ്റപ്പെട്ടു. പക്ഷേ എന്തു വേണമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ? അത് നിറവേറ്റപ്പെടണമെങ്കിൽ അവർക്ക് സ്ഥിരവാസം ആവശ്യമായിരുന്നു. ഈ സ്ഥിരവാസം എന്തുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. വിശ്വാസത്താൽ മാത്രമേ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ ദൈവത്തിൻ്റെ ദൂതൻ ഒരു കന്യകയോട് ഇപ്രകാരം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ഗർഭവതിയാകുവാൻ പോകുക. അത്ഭുതപ്പെട്ടു, എങ്ങനെ ഇത് സംഭവിക്കും? പക്ഷേ ഒരു കാര്യം അവൾ മനസ്സിലാക്കി. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചിട്ട് ഇതാണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞപ്പോൾ കണ്ണുമടച്ചൊരു കാര്യം ഏറ്റെടുത്തു. അടിയനിതാ, ഞാൻ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇതാണ് എലിസബത്ത് മറിയെ നോക്കി ഇപ്രകാരം പറയുവാൻ കാരണമായി തീർന്നത്, നീ ഭാഗ്യവതിയെന്ന്. എന്താ കാരണം? കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതാണോ ഭാഗ്യം? തീർച്ചയായിട്ടും അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഭാഗ്യം അവിടെ അല്ല തുടങ്ങിയത്. ദൈവത്തിൻ്റെ വചനം അസാധ്യമായിരിക്കുന്ന കാര്യം, ഇതുവരെ നടന്നിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതൻ പോയി മറിയോട് പറയുമ്പോൾ അത് യാതൊരു വിധമായ സംശയങ്ങളും എടുക്കാതെ അത് അപ്പാടെ വിശ്വസിച്ച് തൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ച് തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത മറിയാണ് ഭാഗ്യവതി. നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ആവശ്യമായിരിക്കുന്നത്. വാഗ്ദത്തം അത് നിറവേറ്റപ്പെടുവാൻ എന്താ ആവശ്യമായിരിക്കുന്നതോ ഒന്ന് കീഴ്പ്പെടുത്തി കൊടുക്കുക. മറിയ ചെയ്ത പോലെ ജീവിതത്തെ അങ്ങോട്ട് താഴോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, അടിയനിതാ, നിന്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രിയപ്പെട്ട, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുവാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തിൻ്റെ അതിശയത്തിൻ്റെ കരങ്ങൾ കാണണമെങ്കിൽ, മനസ്സിലാക്കപ്പെടണമെങ്കിൽ ഇതുകൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടണമെങ്കിൽ, എന്നിലും നിങ്ങളിൽ കൂടെ നിറവേറ്റപ്പെടണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസം ആവശ്യമാണ്. വിശ്വാസമില്ലാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടത്തില്ല. ദൈവം ഇസ്രായേൽ മക്കളോട് വാഗ്ദത്തം ചെയ്തു, ഞാൻ നിങ്ങൾക്ക് പിതാക്കന്മാർക്ക് വാഗ്ദത്തം കൊടുത്ത ആ ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന വാഗ്ദത്തം ചെയ്തുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിശ്വാസികൾ ആരും അവിടെ കടന്നില്ല. എന്താ കാരണമായി തീർന്നത്? അവരുടെ അവിശ്വാസം. നിങ്ങൾ മനസ്സിലാക്കണം, ശൗലിനെ ദൈവം രാജാവായിട്ട് വാഴിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ രാജസ്ഥാനം ശൗലിനും അവൻ്റെ കുടുംബത്തിനും സ്ഥിരമായി വരേണ്ടതോ എന്തുകൊണ്ട് സ്ഥിരമായില്ല? ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ കൊടുക്കുമ്പോൾ അതിനെ ഏറ്റെടുക്കുവാൻ സാധിക്കാതെ അതിനെ വിട്ടുകളയുന്നുവെങ്കിൽ, അതിനെ നെഗ്ലക്റ്റ് ചെയ്യുന്നുവെങ്കിൽ, അതിനെ ഏറ്റെടുക്കാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കാം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവം തന്നിട്ടുണ്ട്, ഞാനത് ഒരുപക്ഷെ ഏറ്റുപറയുന്നില്ലായിരിക്കാം. ഏറ്റുപറയുന്നില്ല എന്ന് പറയുന്നതാണ് നോ ഫെയ്ത്തിൻ്റെ വേറൊരു ടൈപ്പ്. അവർക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് അവർ ഏറ്റുപറയാത്തത്. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യും, ദൈവം എന്നോടത് കൽപ്പിച്ചു, അതെൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടും എന്നുള്ളൊരു വിശ്വാസം, ഒരു ഉറപ്പ് ദൈവം എന്നോട് കൽപ്പിച്ചതിനെക്കുറിച്ച് എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഒരിക്കൽ പോലും ഞാൻ ചവിട്ടുകൊട്ടയിടത്തല്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളോട്, ദൈവം നിങ്ങൾക്ക് എന്ത് വാഗ്ദത്തം തന്നിട്ടുണ്ട്, അത് ആത്മീയമായിക്കൊള്ളട്ടെ ഭൗതികമായിക്കൊള്ളട്ടെ, വിശ്വാസത്താൽ അത് ഏറ്റെടുത്ത് അന്ധമായിരിക്കുന്ന കണ്ണുകൾ കൊണ്ട്
ഹൃദയം കൊണ്ട് അത് പരിപൂർണമായിട്ട് വിശ്വസിച്ച് അത് ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടോ അത് കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണം കാണുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിവർത്തീകരണം നടക്കുമ്പോൾ അവിടെയാണ് അടുത്ത നിവർത്തീകരണത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്, അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നിർത്തുന്നത്. ഒരു ദൈവത്തിൻ്റെ പൈതൽ, ഒരു ദൈവത്തിൻ്റെ കുഞ്ഞ്, ഒരു ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ, അവർ വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വെക്കുന്നവരായിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തെ മുഷിപ്പിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ സംശയിച്ചുകൊണ്ട് അഥവാ വിശ്വാസത്താൽ ഏറ്റെടുക്കാതെ ഭൗതികമായിരിക്കുന്ന മാർഗത്തിന് വേണ്ടി നടക്കുന്നതല്ല ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദൈവം ഒന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അക്ഷരീയമായിട്ട് സംഭവിക്കും. മുൻപോട്ട് ഞാൻ കടന്നു പോകട്ടെ. എന്താണ് നെക്സ്റ്റ്? വിശ്വാസം എന്തിനു വേണ്ടിയാണ്? നെക്സ്റ്റ് 5-ാമത്തത്, ടു ഡു ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. ജോൺ 14:12, യോഹന്നാൻ 14:12. കർത്താവായ യേശു പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ആര് ചെയ്യുമെന്ന്? എന്നിൽ വിശ്വസിക്കുന്നവൻ. ആര് എന്നിൽ വിശ്വസിക്കുന്നുണ്ട് അവർക്ക് അത് ചെയ്യുവാൻ സാധിക്കും. എല്ലാവരും ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത പ്രവൃത്തി നമ്മൾ കൂടെ വെളിപ്പെടണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഫെയ്ത്ത്. വിശ്വാസം കൊണ്ട് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണോ, ആദിമ നൂറ്റാണ്ടിൽ തന്നെ അപ്പോസ്തലന്മാർ സൗഖ്യമാക്കിയ ഒരു വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുപോകട്ടെ. വായിച്ചോട്ട് അപ്പോസ്തലപ്രവൃത്തി 3-ാം ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 16. അപ്പോസ്തലപ്രവൃത്തി 3:16. ശ്രദ്ധിക്കുക, ഈ ഭാഗം ദൈവത്തിൻ്റെ ദാസനാകുന്ന പത്രോസ് പറയുന്നൊരു ഭാഗമാണിത്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന വ്യക്തിയെ ദേവാലയത്തിൻ്റെ പടിവാതിൽക്ക് വെച്ച് എഴുന്നേൽപ്പിച്ചതായിരിക്കുന്ന സംഭവമായിരിക്കുന്ന ബന്ധത്തിൽ ദൈവത്തിൻ്റെ ദാസൻ പത്രോസ് ഇപ്രകാരം പറയുകയാണ്, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ, അവൻ്റെ നാമം തന്നെ. അപ്പോൾ അവിടെ പറയപ്പെടുന്നത് എന്തുകൊണ്ട് ഇവൻ ബലം പ്രാപിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ്റെ കാലുകൾക്ക് ബലം കിട്ടുവാൻ കാരണമായി തീർന്നത്? അതിൻ്റെ 2 കാരണങ്ങൾ അവിടെ പറയുന്നത്. അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ, അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ, അവൻ്റെ നാമം തന്നെ. അപ്പോൾ ഇവിടെ പത്രോസിൻ്റെ ഒരു കഴിവോ പത്രോസിന്മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ കൃപയോ അല്ല ഇവിടെ പ്രാധാന്യം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. ഈ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട വിഷയം ഒന്നാണ്, ശക്തമായി ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാൻ എൻ്റെ ഭക്തന്മാർക്ക് കൃപ കൊടുക്കണമേ. ദൈവത്തിൻ്റെ വചനം ധൈര്യമായിട്ട് പ്രസ്താവിപ്പാൻ കൃപ ലഭിക്കുന്ന എവിടെയെല്ലാം മേഖലകളുണ്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ മിറക്കിൾസ് വെളിപ്പെടും. അത്ഭുതങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പിന്നെയോ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പ്രസ്താവിപ്പാൻ ദൈവത്തിൻ്റെ ദാസന്മാർ കൃപ തരണമേ, എൻ്റെ മേൽ കൃപ വ്യാപരിക്കണമേ എന്നോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന എന്തായിരിക്കും വെളിപ്പെടുന്നത്? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, കർത്താവ് അവരോടുകൂടെ ഇരുന്നു അവരാൽ ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളാലും ദൈവവചനത്തെ ഉറപ്പിച്ചു പോന്നു. ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ ഞാൻ പ്രസ്താവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണോ എൻ്റെ നാവിൽ കൂടെ കടന്നു വരുന്ന ദൈവത്തിൻ്റെ വചനത്തെ സ്ഥിരീകരിക്കുക എന്ന് പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എന്തിനു വേണ്ടി വചനം അയക്കുന്നുവോ അത് വെറുതെ മടങ്ങിപ്പോരാതെ അത് കാര്യം സാധിപ്പിക്കുമെങ്കിൽ, നമ്മുടെ നാവിൽ കൂടെ കടന്നു വരുന്ന വചനം ശക്തിയുള്ളതാകുന്നുവെങ്കിൽ, അതിനൊരു അധികാരമുണ്ടെങ്കിൽ, ഈ അധികാരമായിരിക്കും ജനത്തിൻ്റെ ഉള്ളിൽ വെളിപ്പെടുവാനിടയായി തീരുന്നത്. അവരുടെ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കുവാൻ കാരണമായി തീരുന്നത്, അവരുടെ വിശ്വാസത്തെ വെളിപ്പെടുത്തുവാൻ കാരണമായിരിക്കുന്നത്. അവിടെയായിരിക്കും ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുവാനിടയായി തീരുന്നത്. എന്താ ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ കരങ്ങൾ. കഴിഞ്ഞ മൺഡേ ബൈബിൾ ക്ലാസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരനെ വിളിച്ചിട്ട് എന്നോട് ഇപ്രകാരം പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ആ മൺഡേ കഴിഞ്ഞിട്ട് 3 മിറക്കിൾ ഞാൻ കണ്ടുവെന്ന് പറഞ്ഞു. അതൊരു പാസ്റ്ററും പ്രാർത്ഥിച്ചിട്ടല്ല, ഇന്ന് ആളിവിടെ ഇല്ല. ഒരു പാസ്റ്ററും പ്രാർത്ഥിച്ചിട്ടല്ല, പക്ഷെ സംഭവിച്ചത് വിശ്വാസത്താൽ അവർ എഴുന്നേൽക്കുവാൻ കാരണമായിത്തീർന്നു. അവരുടെ ഉള്ളിൽ വിശ്വാസം ഡെവലപ്പ് ചെയ്യുവാനിടയായിത്തീർന്നു. ആ ഡെവലപ്പ് ചെയ്ത വിശ്വാസമാണ് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുവാൻ കാരണമായിത്തീർന്നത്. കേൾക്കുന്ന ദൈവജനം മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുമ്പോൾ ആ ധൈര്യം ലഭിക്കുന്ന
സമയത്ത് അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ വെളിപ്പെടുവാനിടയായി തീരുന്നത്. അപ്പോസ്തലനായ പത്രോസ് പ്രകാരം പറഞ്ഞു, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ഇവൻ എഴുന്നേൽക്കുവാൻ കാരണമായി തീർന്നത്, ഇവൻ കാലൂന്ന് നിൽക്കുവാൻ കാരണമായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയത് ചെയ്യും, ഞാൻ ചെയ്ത പ്രവൃത്തി അവർ ചെയ്യുവാൻ ഇടയായി തരും. എന്താവശ്യമായിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ സ്വഭാവത്തെ മനസ്സിലാക്കുക. നാമം വെളിപ്പെടുത്തുന്നത് സ്വഭാവത്തെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. യഹോവ റാഫ എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ കാണുന്നത്. യഹോവ ഇരേ എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ആ കരങ്ങൾ കാണുന്നത്. യഹോവ എലീം എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ എന്ന് പറയുന്നത്. ജീസസ് എന്ന് എൻ്റെ നാവിൽ കൂടെ പറയുമ്പോൾ അവിടെയാണ് കരത്തിൻ്റെ ശക്തി കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ അറിയുമ്പോൾ, ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ മനസ്സിലാക്കുമ്പോൾ, ആ നാമം എനിക്ക് എന്ത് തരുന്നു? എൻ്റെ ജീവിതത്തിൽ വിശ്വാസം തരിക. എന്താ വിശ്വാസം? എൻ്റെ ദൈവം ഇന്നതാണോ? അബ്രഹാമിനോട് ദൈവം ഇപ്രകാരം കൽപ്പിക്കുകയുണ്ടായി, ഞാൻ സർവശക്തിയുള്ള ദൈവം. അബ്രഹാം അത് വിശ്വസിച്ചു, അബ്രഹാം അത് മനസ്സിലാക്കി, അബ്രഹാം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ നാമത്തെ അബ്രഹാം മനസ്സിലാക്കി. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എവിടെയെല്ലാം മിറക്കിൾ നടന്നിട്ടുണ്ട്. ഒന്നുകിൽ അവർ ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിച്ചു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തെ വിശ്വസിച്ചവർ അവരിൽ കൂടെ അത്ഭുതം നടന്നു. ഈ രണ്ട് രീതിയിലാണ് അത്ഭുതങ്ങൾ. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. ഈ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോഴും പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോഴും എവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്, അതിൻ്റെ കാരണം ഒന്ന് മാത്രമായിരുന്നു, ദൈവത്തിൻ്റെ നാമത്തെ അവർ മനസ്സിലാക്കി. ഒരു മോശ ചെങ്കടലിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ മനസ്സിലാക്കിയതാണ് ആ ചെങ്കടൽ ഉണങ്ങിയ നിലമായി തീർന്നത്. മിസ്രയീം സൈന്യം നശിക്കുവാൻ കാരണം ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ ആര് മനസ്സിലാക്കുന്നുണ്ട്, ആ നാമത്തിൽ ആര് വിശ്വസിക്കുന്നുണ്ട്, അവരിൽ കൂടെ അത്ഭുതങ്ങൾ വെളിപ്പെടുവാൻ ഇടയായി തരും. എനിക്കും നിങ്ങൾക്കും വേണ്ടത് എൻ്റെ ദൈവം ആര്? എൻ്റെ ദൈവം സർവശക്തനാകുന്നുവെങ്കിൽ, എൻ്റെ ദൈവം അങ്ങനെ ഉള്ള ദൈവമാകുന്നെങ്കിൽ മനസ്സിലാക്കുക, എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. എൻ്റെ ദൈവത്തിന് സകലത് സാധ്യമാണോ? വിശ്വസിക്കുന്നതിന് സകലത് സാധ്യമാണോ? ഏറ്റെടുക്കുക പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ. മുൻപിൽ നിൽക്കുന്ന വിഷയമായുള്ള ബന്ധത്തിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് വിടുതല ഞാൻ അനുഭവിക്കുന്നത്. ഞാനും നിങ്ങളും വിശ്വസിച്ച് ഏറ്റെടുക്കുന്നതിന് അനുസരണമായിട്ടായിരിക്കും എന്നിലും നിങ്ങൾ കൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് വളരെ പ്രാധാന്യം. ആ വിശ്വാസത്തിൻ്റെ ശക്തിയാണ് നമ്മൾ കൂടെ വെളിപ്പെടുന്നത്. അതാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, ഞങ്ങളുടെ സ്വന്തം ശക്തിയല്ല ഇവൻ എഴുന്നേൽക്കുവാൻ കാരണമായി തീർന്നത്, ഇവൻ എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നത് അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ. വീണു, ഞാൻ ആരെ വിശ്വസിക്കുന്നു, എന്ത് അവന് സാധിക്കുമെന്നുള്ളത് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ അതായിരിക്കട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എന്താ ഇവിടെ പറയുന്നത്? അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ. വായിച്ചോട്ട് യാക്കോബിൻ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. വിശ്വാസത്തിന് എന്താവശ്യമാണ്? ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞിട്ട് പ്രവൃത്തിയില്ല എങ്കിൽ, അതിൻ്റെ ആ പ്രവൃത്തി വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണമില്ല. വായിച്ചോട്ടെ ഒരു വാക്യം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം, യോഹന്നാൻ ചാപ്റ്റർ 10 വേഴ്സ് നമ്പർ 25. എന്തുകൊണ്ട് കർത്താവായ യേശു അത് ചെയ്തു? നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ പ്രവൃത്തി നമ്മുടെ സാക്ഷ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വലിയ കാര്യം അതാ, എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പ്രവൃത്തികൾ കണ്ട് വിശ്വസിക്കുക. എന്താ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതോ? യേശുവിനെ ദൈവം അയച്ചു എന്നുള്ളത്. ആ പ്രവൃത്തി അത് വെളിപ്പെടുത്തുക. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. അപ്പോൾ എന്താ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള കാരണം? ബൈ ഫെയ്ത്ത്, വിശ്വാസം. അപ്പോൾ എന്താ ദൈവമക്കൾക്ക് ആവശ്യമായിരിക്കുന്നത്?
ദൈവത്തിൻ്റെതായിരിക്കുന്ന കരങ്ങൾ കാണണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിനാൽ എന്ത് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഏറ്റവും അധികമായിട്ട് മനസ്സിലാക്കേണ്ടത് നോ ഗാഡ്. ദൈവം ആരെന്ന് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം അതോടുകൂടെ ചേർന്ന് ലഭിക്കും. ദൈവം ആരെന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ക്വാളിറ്റി, ദൈവത്തിൻ്റെ പ്രത്യേകത, അത് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ടു ബി വിത്ത് ഹിം. അവനോടുകൂടെ ചേർന്നിരിക്കാതെ അവനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ദൈവത്തോടുകൂടെ ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ദൈവം ആരെന്ന് മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, അപ്പോസ്തലന്മാരെ, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിൻ്റെ 3 പർപ്പസ്. ഒന്ന് പറയുന്നത് അവർ തന്നോടുകൂടെ ഇരുപ്പാൻ. അതാണ് ഫസ്റ്റ്. തന്നോടുകൂടി ബി വിത്ത് ഗാഡ്. ഇതാണ് ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനുള്ള ഏക മാർഗം. അതാണ്. വേറെ മാർഗമുണ്ട്, പക്ഷെങ്കിൽ അതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് ആ ഫ്രൂട്ട്ഫുൾനെസ് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. അതിൻ്റെ ഫലം വെളിപ്പെടുവാനിടയായിത്തീരുന്നത്. നിങ്ങൾക്കറിയാം, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, മുന്തിരിവള്ളി കൊമ്പ് മുന്തിരിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയത്തില്ല. ഏത് ആത്മാവിൻ്റെ ഫലം നമ്മൾ കൂടെ വെളിപ്പെടണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ഹോളി ലൈഫ് ജീവിതത്തിൽ കൂടെ നടക്കണമെങ്കിൽ എന്തുണ്ടെങ്കിലേ മാത്രം പറ്റത്തുള്ളെന്നറിയാമോ? ടു ബി വിത്ത് ഹിം. ദൈവത്തെ അറിയുന്നത് ഒരു ദിവസം നിങ്ങൾ മാറ്റിവെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു. ദൈവത്തോടുകൂടെ പറ്റിച്ചേർന്നിരുന്ന ദിവസവും നിങ്ങൾ നോക്കിയോ? ഈ 2 ദിവസങ്ങളുടെ വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ ആ രണ്ടാമത് ദൈവത്തോട് പറ്റിച്ചേർന്ന ദിവസം നമ്മുടെ ജീവിതം വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുമായിരുന്നു. കാരണം എന്നാണെന്നറിയാമോ? കൊമ്പ് മുന്തിരിവള്ളിയിലാണ് വസിക്കുന്നത്. ആ ഒരുമിച്ച് പറ്റിച്ചേർന്നിരുന്നെങ്കിൽ മാത്രമേ അത് വെളിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്താവശ്യമാണ്? യേശുവിൽ വിശ്വസിച്ചെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകുള്ളൂ. എന്ത് കർത്താവിനെ കൊണ്ട് സാധിക്കുന്നത്? ലാസ്റ്റ് പോയിന്റ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ടു റിസീവ് ആൻസേഴ്സ്. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ ഉത്തരം ലഭിക്കണം എന്തോ വേണം? വിശ്വാസം. വിശ്വാസം കൊണ്ട് മാത്രമേ പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുകയുള്ളൂ. എന്താ അവിടെ കാണുന്നത്? മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. മാർക്ക് ചാപ്റ്റർ 11 വേഴ്സ് 24. പ്രൈസ് ഗാഡ്. യെസ്, അവിടെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? യാചിക്കുന്നതൊക്കെയും ലഭിച്ചുവെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ താഴെ അപ്പോൾ അത് ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തോ വേണം? അപ്പോൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, പക്ഷെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ ഇരുന്ന പോലെ എഴുന്നേറ്റ് പോരും. വലിയ ഭാരവുമായിട്ട് അങ്ങോട്ട് ചെന്നു, വലിയ ഭാരവുമായിട്ട് എഴുന്നേൽക്കുന്നതിൻ്റെ കാരണം അതിനകത്ത് എന്തില്ല? ചാൾസ് ഡിഫോനോട് പറഞ്ഞൊരു വേർഡ് ഞാനിപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാ: 5 മിനിറ്റ് പ്രാർത്ഥിച്ചേ ഉള്ളുവെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിച്ചു എന്നുള്ള ബോധ്യം ആവശ്യമാണ്. അത് ചിലപ്പോൾ അരമണിക്കൂറായിരിക്കാം, 1 മണിക്കൂറായിരിക്കാം. പക്ഷെങ്കിൽ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. കർത്തദാസൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രൈസ് ദി ലോർഡ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് നല്ലതാണ്. പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിക്കാൻ. അപ്പോൾ അത് ദൈവം നമുക്ക് അത് ലഭിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാപിക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഒരു വിശ്വാസമാണ്. വിശ്വാസം ഇല്ല എങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് പോരത്തേ ഉള്ളൂ, യാതൊരു ബ്ലെസ്സിങ്സും കാണത്തില്ല. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചുവോ അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിപ്പീൻ.
നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ എന്താവശ്യം? ആ പ്രാർത്ഥന എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് അതൊരു ഫെയ്ത്തായിട്ട് മാറ്റപ്പെടണം. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ പലരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു വലിയ സത്യമായത്, നമ്മൾ വളരെ വേദനയോടുകൂടെ പല വിഷയങ്ങളുമായിട്ട് പോയി ദൈവസന്നിധി ഇരുന്ന് ചില ദീർഘമണിക്കൂറുകൾ കണ്ണുനീർ ഒഴുക്കി ഒരുപക്ഷെ പിന്നീട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ വലിയ സുഖത്തോടെ എഴുന്നേൽക്കുന്നത് കാണാം. എന്താ സംഭവിച്ചെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന വിശ്വാസമായി മാറി. അവിടെ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുൻപിൽ വെച്ച കാര്യങ്ങൾ ദൈവം സാധിപ്പിച്ചു. ദൈവം അത് നൽകി തന്നുവെന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ പ്രാർത്ഥിച്ച സമയങ്ങൾ ഒരു സെക്കൻഡിലെ പ്രാർത്ഥനയല്ല, ചിലപ്പോൾ മണിക്കൂറുകളെടുത്ത് കാണുമായിരിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയം പകർന്നത്, ദൈവത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്, ആ അവതരിപ്പിച്ചത് അവസാനമായിട്ടൊരു ഫെയ്ത്തായിട്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. നിങ്ങൾക്കിത് ലഭിച്ചു. ഇതിന് ശേഷമാണ് ദൈവമക്കൾ അനുഗ്രഹം കാണുന്നത്. ഇവിടെ വരെ ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ പോയിന്റ് വരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വിശ്വാസമായി തീരുന്നത് വരെ, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വരെ, അതുവരെ ഞാൻ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവിടെ അത് ഒരു വിശ്വാസമായി പരിണമിക്കുമ്പോൾ മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ, ഞാൻ എന്ത് പ്രാർത്ഥിച്ചുവോ അത് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതോടുകൂടെ എന്ത് ലഭിക്കും? ഈ പ്രാർത്ഥിച്ച കാര്യങ്ങൾ എനിക്ക് ലഭിക്കുവാൻ ഇടയായി തരും. ഒരു വാക്യം കൂടെ വായിച്ചാട്ട്, 1 യോഹന്നാൻ 5-ാം അധ്യായം, 1 John chapter 5 verse 15. പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കുക, അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചിരിക്കുന്നു. നാം എന്ത് അവനോട് അപേക്ഷിക്കുന്നുവോ, എന്ത് നാം ദൈവത്തോട് ചോദിക്കുന്നുവോ, ആ ചോദിക്കുന്നത് ദൈവം അത് കേൾക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ ദാസൻ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ഞാൻ മുട്ടുകൾ മടക്കുമ്പോൾ, ദൈവ സന്നിധാനത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ദൈവമോടുണ്ട്. ദൈവം എനിക്ക് പ്രതിഫലം തരുന്നുവെന്നോ വിശ്വസിക്കേണ്ടതല്ലോ. ഇതാണ് ദൈവം എന്നിൽ കൂടെ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് ഒരു മാറ്റം വരണമെങ്കിൽ വിശ്വാസം കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അല്ല ഉത്തരം ലഭിക്കുന്നത്, വിശ്വാസം കൊണ്ടാ ഉത്തരം ലഭിക്കുന്നത്. പ്രാർത്ഥിക്കുന്നത് എന്തിന് പ്രാർത്ഥിക്കുന്നു? അത് വിശ്വാസം ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയാണ് പ്രാർത്ഥന. നമ്മളത് പിന്നീട് ചിന്തിക്കും. അപ്പോൾ നമ്മൾ മനസ്സിൽ ഒരു വാക്യം കൊണ്ട് വായിച്ചാൽ, യാക്കോബ് 5-ാം അധ്യായം 15-ാമത്തെ വാക്യം, ജെയിംസ് ചാപ്റ്റർ 5 വേഴ്സ് 15. ശ്രദ്ധിക്കുക, എന്നാൽ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും. ശ്രദ്ധിക്കുക ഈ വേർഡ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വിശ്വാസമായി പരിണമിക്കണമെങ്കിൽ ഒരു കാര്യം ആവശ്യമാണ്, ഒരു നിരപ്പോടുകൂടെ നിന്നെങ്കിൽ മാത്രമേ ആ ഒരവസ്ഥയിലേക്ക് കടക്കത്തുള്ളൂ. പ്രാർത്ഥനയിൽ ഒരു നിരപ്പില്ല എങ്കിൽ, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ക്ഷമിക്കും. അപ്പോൾ പാപം എന്തായിത്തീരുന്നു? ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനൊരു തടസ്സമായി നിൽക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു തടസ്സമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന ഒരു വിശ്വാസമായി പരിണമിക്കുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു പ്രത്യേകമായ നിരപ്പ്, ഒരു റീകൺസിലിയേഷൻ, ആ ഒരു ദൈവത്തോടുള്ള നിരപ്പിൻ്റെ അനുഭവം, മറ്റ് സഹോദരങ്ങളോടുള്ള നിരപ്പിൻ്റെ അനുഭവം, ഈ ഒരു ബന്ധം കടന്നു വരുമ്പോഴാണ് യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഞാൻ ചോദിക്കുന്നത് ദൈവം എനിക്ക് തരും എന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഏത് അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കണമെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ അത് വിശ്വാസമായി മാറ്റപ്പെടാത്തിടത്തോളം കാലം നമുക്ക് അതുകൊണ്ട് ഗുണമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് മനസ്സിലാക്കുക, വിശ്വാസമായി ആ പ്രാർത്ഥനയൊന്ന് മാറട്ടെ. ലഭിച്ചത് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവം എനിക്ക് തരും എന്ന് പരിപൂർണമായിട്ട് വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വസിക്കുന്നുവെങ്കിൽ അതോടുകൂടെ ദൈവം എനിക്കും നിങ്ങൾക്കും നൽകി തരുമെങ്കിൽ ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കേണ്ടതിന് വിശ്വാസം ആവശ്യമാണ്.